ഇന്ന് പൊന്നൂസിന്ന് നമ്മുടെ മെഴുകുതിരി ഉണ്ടാക്കുകയാണ്. കാൻഡിൽസ് ബോട്ടിലാണ്, കാൻഡിൽ ബോട്ടിലാണ് അവൾ മേക്ക് ചെയ്യണത്. ഞങ്ങളിവിടെ മെഴുകുതിരി ഉണ്ടാക്കും കേട്ടോ. എനിക്കിവിടെ അച്ചല്ലാണ്ട് മെഴുകുതിരി ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നതാണ്. പെട്ടെന്ന് അറ്റാക്ക് കഴിഞ്ഞപ്പോൾ നിർത്തിയതാണ്. പിന്നെ ഞങ്ങൾ വീട്ടിലാവശ്യത്തിനൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ബോട്ടിൽ വാങ്ങിയിട്ട് ബോട്ടിലിൽ ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പൊന്നൂസ് വെറുതെ ജസ്റ്റ് ഞങ്ങൾ വലിയ പാത്രമാണ് നമ്മൾ ഉരുക്കണത്. അപ്പോൾ എന്താണ് ഇപ്പോൾ അവൾ തൽക്കാലത്തിന് ഒരു മിൽക്ക് മേഡിൻ്റെ പാത്രം കിട്ടിയപ്പോൾ അതിൽ ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇതാ ബോട്ടിൽ നൂലൊക്കെ കെട്ടി ഒഴിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ യൂസ്ഡ് ഇതില്ലേ, എന്താ പറയുക, മെഴുകുതിരി ഉരുക്കിയതിൻ്റെ അതുകൊണ്ടാണ് ഈ നിറം കേട്ടോ. പിന്നെ അവൾ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട് ഇതിൽ. കുറച്ചും കൂടി ഒഴിച്ചോ പിന്നെ. നമുക്ക് മോൾഡൊക്കെ ഉണ്ട് ഇവിടെ. കുറച്ചുകൂടി ഒഴിച്ചോ, ഒന്നുകൂടി ഒഴിച്ചോ, എത്രയൊക്കെ ഒഴിച്ചോ. ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം എൻ്റെ മെഴുകുതിരി ഉണ്ടാക്കണമെല്ലാം ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് ചെയ്യുന്നതാണ്. അത് മെൽറ്റായി, അത് ആകെ കട്ടിയായിപ്പോയി. ഇനി അത് ഉരുക്കിയിട്ട് വേണം ഒഴിക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെഴുകുതിരി ഉണ്ടാക്കണത് കേട്ടോ. നമുക്ക് തന്നെ വീട്ടിലെല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാവുന്ന കാര്യമാണ്. നമ്മൾ മെഴുകുതിരി വാങ്ങിയിട്ട് അത് എന്താ പറയുക, ഉരുകി തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങളൊരു ബൗൾ എടുക്കുക, ആ ബൗളിലേക്ക് അല്ലെങ്കിൽ ഗ്ലാസ്സിലേട്ടോ ഉരുക്കി ഒഴിക്കുക. അപ്പോൾ ഈ മെഴുകുതിരി നമ്മൾ കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരും വലിച്ചെറിയേണ്ട ആവശ്യമില്ല. വലിച്ചെറിയാതെ നമ്മളത് സൂക്ഷിച്ച് വെക്കുക. ഒരു കുറച്ചായി കഴിഞ്ഞ് ഒരു കപ്പൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഉരുക്കിയിട്ട് ഒരു ഗ്ലാസ്സിൽ സ്റ്റീൽ ഗ്ലാസ്സോ കുപ്പി ഗ്ലാസ്സോ അങ്ങനെ എന്താ എടുക്കാം. ആ ഗ്ലാസ്സിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. അതായത് നമുക്ക് പിന്നീട് അതുകൊണ്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് റിമൂവായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് തൂക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നൂല് ഇതുപോലെ കയറിൽ നൂലിങ്ങനെ കെട്ടുക. ഒരു ഈർക്കിളിൽ നൂല് കെട്ടി വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, നൂല് കെട്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് മെഴുകുതിരി ഉണ്ടാക്കാവുന്നതാണ്. ഒരു രൂപ ചിലവ് വരില്ല അങ്ങനെ നമ്മൾ. കാരണം ഓൾറെഡി നൂലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. എന്തെങ്കിലും സാധനങ്ങൾ കൊടുന്ന നൂല് അല്ലെങ്കിൽ മുല്ലപ്പൂ കെട്ടിയ നൂല്, അങ്ങനെ എന്തെങ്കിലും നൂലുകൾ കട്ടികളുണ്ടാവില്ലേ. മുല്ലപ്പൂവിന് യൂസ് ചെയ്യില്ലേ നൂല്, ആ നൂലാണ് ഇതിന് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ കോട്ടൻ്റെ നൂലായിരിക്കുക, അതെടുക്കാം. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ കാൻഡിൽസ് ഉണ്ടാക്കാവുന്നതാണ്. ഇനി മോൾ തുടരുത്. അപ്പം അങ്ങനെ ചെയ്യുന്ന അവൾ നമ്മൾ മെഴുകുതിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവളും കൂടെ വന്നിരുന്ന് അവളൊക്കെ ചെയ്യും കേട്ടോ, ചെയ്യാറുണ്ട്. അങ്ങനെ പഠിച്ചതാണ് കണ്ടോ. ഇതാ സെറ്റായി വന്നു. ഇനി സെറ്റായി വെച്ചാൽ സെറ്റായി വരുന്നുള്ളൂ. നമ്മളിത് തൊട്ട് കഴിഞ്ഞാൽ അഴുത്തു പോവും. അപ്പോൾ അവളതിൻ്റെ ഇടയ്ക്ക് പോയിട്ടൊന്ന് ഇളക്കി കണ്ടോ. നമ്മളിത് തൊടാൻ പാടില്ല. ഇതാവണ ഇരിക്കുന്ന വരെ തന്നെ അങ്ങനെ ഇരിക്കണം. നമ്മളത് ഇളക്കാനോ ഒന്നും പാടില്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ അടപ്പ്. അങ്ങനെ ഓക്കെ, എന്നാൽ ശരി കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, നല്ല അഭിപ്രായങ്ങൾ പറയൂ, കമൻ്റൊക്കെ ഇടും കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.